ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് നമുക്കൊരു കൊറിയർ ഉണ്ട്. അപ്പോൾ എന്താണെന്നല്ലേ, ഒരു ഹസ്ബൻഡ് അയച്ചതാണ്. ആർക്ക് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. അവരുടെ വെഡ്ഡിങ്ങിന് അവർ ഇട്ട മാലേൻ്റെ ഫ്ലവേഴ്സും അതുപോലെ പേൾസും ഒക്കെയാണ് അവരെനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. വൈഫ് അറിയാണ്ട് അവർക്ക് സർപ്രൈസ് ആയിട്ട് പ്രിസർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ഫ്രെയിം. അപ്പോൾ അവർ ആദ്യം അവരെ പാക്കിങ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഷോക്കായി. കാരണം എന്താ വെച്ചാൽ കണ്ടില്ലേ, അത്രയും പെർഫെക്റ്റായിട്ട് അതുപോലത്തെ അത്രയും സേഫായിട്ട് അവർ ഭംഗിയിൽ പാക്ക് ചെയ്തിട്ടാണ് നമുക്കത് കൊടുത്തയച്ചിട്ടുണ്ടായത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ ഈ ഒരു ഫ്ലവേഴ്സിന്, ഈ ഒരു ഇതിന് എത്രമാത്രം വാല്യൂ കൊടുക്കുന്നുണ്ട് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 2 കളർ ഫ്ലവർ ഉണ്ട്, റോസ് ഫ്ലവർ. അപ്പോൾ അത് രണ്ടും ഒന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ശേഷം നമ്മൾ മെഷീനിൽ വെച്ചിട്ട് റെസിൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിൻ അളവെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിന് എത്ര വേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ എ പാർട്ട് എടുക്കുന്നത് ഓൾമോസ്റ്റ് 100-102 ആ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2:1 റേഷ്യോ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി നമ്മൾക്ക് ബി പാർട്ട് എടുക്കേണ്ടത് 50 കൂടി എക്സ്ട്രാ ആവണം. അതായത് ഒരു 150ൻ്റെ അടുക്ക വരണം. അപ്പോഴായിരിക്കും നമുക്ക് അത് കറക്റ്റ് ഈക്വൽ മെഷർമെൻ്റ് ആവുക. പിന്നെ നമ്മൾ അതേപോലെ ബി പാർട്ടും എന്താക്കാണ്, 150 ആവുന്നവരെ ബി പാർട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ റെസിൻ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് റെസിൻ മിക്സ് ചെയ്ത് മാറ്റി വെക്കും. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് ഞാൻ പറഞ്ഞില്ലേ, മിക്സിങ് കഴിഞ്ഞ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്ന് പറഞ്ഞില്ലേ, ആ റെസ്റ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്ത് തീർക്കാം. അതിനാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ റെസിൻ മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ബബിളൊക്കെ റിമൂവായി വന്നാൽ ഞാനത് സൈഡിലേക്ക് മാറ്റി വെക്കും. പിന്നെ നമ്മൾ ഫസ്റ്റായിട്ട് മൗൾഡിൽ നമ്മൾ ചെയ്യേണ്ടത് ബബിൾ റിമൂവിങ് സ്പ്രേ അടിച്ചു കൊടുക്കുക. ഇത് എന്തിനാണ് ചെയ്ത് കൊടുക്കുന്നത് വെച്ചാൽ ആ ഒരു സൈഡിലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു മോഡലിന് നമ്മൾ ചെയ്യുന്നത്, എനിക്കിഷ്ടമുള്ള മോഡൽ ചെയ്യാനാണ് പറഞ്ഞത്, എങ്കിലും ഞാൻ അവരോട് ചോദിച്ചിട്ട് അവർക്ക് സാറ്റിസ്ഫൈ ആയ ഒരു മോഡൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സൈഡ് കണ്ടോ, ഒരു സൈഡിൽ മാത്രമായിട്ട് നമ്മൾ എന്താക്കാണ് ആ റെസിൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നില്ല, ജസ്റ്റ് സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ആക്കി കൊടുക്കുന്നുണ്ട്, ഒരു പശ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതിലേക്ക് അവർ തന്ന 2 ടൈപ്പ് കളർ ഓഫ് ഫ്ലവേഴ്സ് ഇല്ലേ, അതിങ്ങനെ മാറി മാറി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്നും അങ്ങനെ കുറച്ച് അവിടെ ആയിട്ട് ആ ഒരു സൈഡിൽ മാത്രമായിട്ട് 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അത് ഡ്രൈ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സിലിക്ക ജെല്ലൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. കാരണം അത്രയും ഡ്രൈ ആയിട്ടും ഉണ്ട്, അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് അങ്ങനെ അത്രയും സൂക്ഷിച്ചത് കൊണ്ടായിരിക്കണം അത് അത്രയും നല്ല രീതിയിൽ തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ അവരയച്ചു തന്ന ജിപ്സം ഫ്ലവേഴ്സും ഇതുപോലെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരയച്ചു തന്ന ഒരു പേള്, അത് ഒരു ഇച്ചിരി വലിയ പേളാണ് കേട്ടോ. അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് വലിയയും ചെറിയതുമായ പേൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അവരെ പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. കാരണം അവരൊരു കാര്യം പ്രിസർവ് ചെയ്താൽ നമ്മളതിൽ അവരുടെ പെർമിഷൻ ഇല്ലാണ്ടൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദിച്ചിട്ട് മാത്രം ഞാൻ എന്താക്കിയിട്ടുണ്ട്, കുറച്ച് പേൾസ് എക്സ്ട്രാ എൻ്റെ വകയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം അത് ഒരു ഭംഗി കൂടുതലിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് എല്ലാം സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത റെസിനില്ലേ, അതെന്താക്കാണ് ഇതുപോലെ ഫ്ലവേഴ്സിൽ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ വേണം നമ്മൾ ഒഴിച്ചെടുക്കാൻ. അതായത് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ ആകുന്ന രീതിയിൽ ഓരോ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് നമ്മൾ എന്താക്കണം, ഇങ്ങനെ റെസിൻ ഒഴിച്ചു കൊടുക്കണം, വീഡിയോയിൽ കാണുന്ന പോലെ. എന്നാൽ മാത്രമേ എല്ലായിടത്തും റെസിൻ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഫ്ലവർ ഡീപ്പായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റൂ. റെസിനിൽ ചെയ്യുന്നതേ നമ്മൾ കുറേ കാലത്തേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. അല്ലാന്ന് വെച്ചാൽ ആ ഒരു റെസിനാവാത്ത ഭാഗമൊക്കെ ഉള്ള ഫ്ലവർ എന്തായിപ്പോവും, മോശമായി പോകും കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ബബിൾ റിമൂവിങ് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യം പിങ്ക് കളറായിരുന്നു പിന്നെ അതിലൊഴിച്ചിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് പിങ്ക് കളർ ഇഷ്ടമായിട്ടില്ല. പിന്നെ അതിന് പകരം ഞാൻ വിചാരിച്ചു ഒരു സിങ്ക് ആയിട്ടില്ല ആ ഫ്ലവറുമായിട്ട്. പിന്നെ ഞാൻ വയലറ്റ് കളർ യൂസ് ചെയ്തിട്ട് വീണ്ടും മിക്സ് ആക്കിയിട്ട് പർപ്പിൾ കളറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ അവരയച്ചുന്ന ഫോട്ടോയിൽ
ആളുടെ ഡ്രസ്സ് ഈ ഒരു വയലറ്റ് കളറായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നല്ല സൂട്ടാവും എന്ന് വിചാരിച്ച പോലെ തന്നെ ആ ഫ്ലവറിനോടും സിങ്കായിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു പേർപ്പിൾ കളറ് അവിടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ബാക്കി സൈഡിൽ. എന്നിട്ട് നമ്മൾ എഗെയിൻ എന്താക്കാണ് ഒരു സ്റ്റിക്ക് വെച്ച് ഇതുപോലൊന്ന് വരഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബബിൾ റിമൂവിങ് സ്പ്രേ യൂസ് ചെയ്തിട്ട് അത് ഡ്രൈ ആവാൻ വെച്ചു. ഓൾമോസ്റ്റ് സാധാരണ നമുക്ക് ഒരു ദിവസം മതി, പക്ഷേ ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് 2 days കൊണ്ടാണ് ഇത് ഉണങ്ങിയത് കേട്ടോ. അപ്പോൾ 2 daysന് ശേഷമാണ് നമ്മൾ പിന്നെ ഫോട്ടോസും അതുപോലെ തന്നെ ബിസ്മിയും അവരുടെ നെയിമും ഡേറ്റും ഇതൊക്കെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുണ്ടായത്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലിയർ സ്റ്റിക്കർ ഗോൾഡൻ വെനിൽ സ്റ്റിക്കർ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെനിൽ സ്റ്റിക്കർ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം അതിൻ്റെ വൈറ്റ് ഭാഗം റിമൂവ് ചെയ്തതിൻ്റെ ശേഷം എവിടെയാണോ നമുക്ക് വേണ്ടത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് സ്റ്റിക്കില്ലേ അത് വെച്ച് ഇതുപോലെ ആ എഴുത്തിൻ്റെ മേലൊക്കെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ആ സ്റ്റിക്കർ പറിച്ചെടുക്കാൻ. അങ്ങനെ സ്റ്റിക്ക് വെച്ച് അമർത്തി കൊടുക്കാതെ നിന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ എഴുത്തൊക്കെ നമ്മൾ ഈ സ്റ്റിക്കർ പറിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പോകും, അവിടെ സ്റ്റിക്കായി നിൽക്കില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ നമ്മളെല്ലാം ഒട്ടിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതുപോലെ വീണ്ടും റെസിൻ മിക്സാക്കി. ഇത് വേറെ മിക്സാക്കിയതാണ് കേട്ടോ, റെസിന് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് മിക്സാക്കുന്നത്. അപ്പോൾ അതുപോലെ വീണ്ടും മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇന്നലെ എല്ലാം റെഡിയാക്കി എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കൂടാതെ ആ ബാക്കി ഫ്ലവേഴ്സ് ഇല്ലേ അതിൻ്റെ മേലെയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇന്നലെ ഒഴിച്ചപ്പോൾ എവിടെയെങ്കിലും ആവാതെ വന്നിട്ടുണ്ടെങ്കിൽ ബൈ ചാൻസ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി കവറായിക്കോട്ടെ എന്ന രീതിയിൽ ഞാൻ അതിൻ്റെ മേലെ ഒന്നും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റിക്ക് വെച്ച് എല്ലാ ഭാഗത്തും റെസിനായോ ക്ലിയർ റെസിനായിട്ടുണ്ടോ എന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി സ്റ്റിക്ക് വെച്ച് ഒന്നെല്ലാം സെറ്റ് ആക്കി എടുത്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ ബബിൾ റിമൂവിങ് സ്പ്രേ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ എല്ലാം സെറ്റായിട്ട് കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ മഴയാകുമ്പോൾ ഈ റെസിന് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഓൾമോസ്റ്റ് 2 days കഴിഞ്ഞാണ് ഞാൻ എന്ത് ചെയ്യാറ് മഴ സമയത്ത് കേട്ടോ. അല്ലാതെങ്കിൽ ഒരു ദിവസം എടുക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാം റിമൂവ് ചെയ്ത് അപ്പോൾ നിങ്ങൾ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ ഒരു ബബിൾസോ കാര്യമൊന്നും വന്നില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ബബിൾ റിമൂവിങ് സ്പ്രേ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് അതൊന്നും വരാതെ നമുക്ക് ക്ലിയറായി പെർഫെക്റ്റായി കിട്ടിയത്. പിന്നെ അതിന് ശേഷം ഈ ഒരു ബോർഡറിലായിട്ട് നമ്മൾ ഗോൾഡൻ മാർക്കർ വെച്ച് ഇതുപോലൊന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോർഡർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഭംഗി കൂടുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടു നോക്കിയാലോ.